പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കറങ്ങി വരുമ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം, MMN മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിവർ അഭിനയിക്കുന്ന ഈ ചിത്രത്തിലെ നായകൻ ആരെ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പം നിലനിൽക്കുന്നത്. പല വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു, തിരക്കഥ തന്നെ റീറൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. അത് എന്തുമാത്രം സത്യമുണ്ടെന്നറിയില്ല. മോഹൻലാലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ റോഡ് മാറ്റി എഴുതുന്നു എന്നുള്ള, ഈ സിനിമ തന്നെ മാറ്റുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ടറിയാം, മമ്മൂട്ടിയെ സംബന്ധിച്ച് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് 3-4 മാസമായിട്ട് അദ്ദേഹത്തെ പറ്റിയുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വരുന്നില്ല. ഒരു ഫോട്ടോ പോലും പുറത്തു വന്നതായിട്ട് നമുക്കറിയില്ല. മമ്മൂട്ടിയുടെ അടുത്ത നിർമ്മാണം ഈ പടം തന്നെ നിർമ്മിക്കുന്നത്. അപ്പം യാതൊരുവിധ ഇതുമില്ല, യാതൊരുവിധ വാർത്തകളും പുറത്തു വരുന്നില്ല. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഉണ്ട്. 9ാമത്തെ ഷെഡ്യൂൾഡ് എടപ്പാളിലാണ് നടക്കുന്നത്. അപ്പോൾ എടപ്പാളിൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ അഭിനയിക്കുന്ന ഇന്ദ്രൻസും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നതിൻ്റെ കുറച്ച് അവിടെ എത്തുന്നതിൻ്റെയും ആൾക്കാരുടെയും ഒക്കെ ബഹളത്തിൻ്റെ പല വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. അതും പ്രകാരം മോഹൻലാലും ഇന്ദ്രൻസും ഈ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് നാരായണൻ്റെ ചിത്രം തന്നെയാണെന്നൊന്ന് ഉറപ്പുമാണ്. ആൾക്കാർക്ക് സംശയം തോന്നാൻ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ ചിത്രം തുടങ്ങുമ്പോൾ മോഹൻലാലിന് ചെറിയൊരു റോള് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ആദ്യം മോഹൻലാൽ ശ്രീലങ്കയിൽ പോകുന്നു. രണ്ടാമത് ശ്രീലങ്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാർലമെൻറ്റ് തന്നെ മോഹൻലാലിന് ഗംഭീര സ്വീകരണം നൽകുന്നു. ഗവൺമെൻറ് തന്നെ മോഹൻലാലിനെ സ്വീകരിക്കാൻ വരുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, മന്ത്രിമാർ എന്നുവേണ്ട എല്ലാവരും മോഹൻലാലുമായുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നു. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ഗംഭീര സ്വീകരണമാണ് ശ്രീലങ്കയെ നൽകിയത്. അവിടെ അദ്ദേഹം കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കേട്ട വാർത്ത പ്രകാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോളാണ്, പക്ഷെ കുറച്ചേ ഉള്ളൂ, ഒരു അതിഥി താരമായിട്ട് അദ്ദേഹം വന്നു പോകുന്നു എന്നാണ് കേട്ടത്. പക്ഷേ ഇത്രയും ദിവസത്തെ ഡേറ്റിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ ഒരു കാമിയ റോളല്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. പിന്നെ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പലരും പുറത്തു വന്ന് പറയുന്നത് കേട്ടു, ഒരു വെടിച്ചില്ല് കഥാപാത്രമാണ് മോഹൻലാലിൻ്റേത്, ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കഥാപാത്രം തന്നെയായിരിക്കും ലാലേട്ടൻ്റെ എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരും ഒരു ത്രില്ലിൽ തന്നെയാണ്. പിന്നെ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഇനി എന്ന് അഭിനയിക്കുക എന്നത് പിടിയുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, മമ്മൂട്ടിയെപ്പറ്റി യാതൊരുവിധ വിവരങ്ങളും വീട്ടുകാരോ മമ്മൂട്ടിയുടെ അടുത്ത സ്നേഹിതരോ ഒന്നും തന്നെ പങ്കുവെക്കുന്നില്ല. അപ്പോൾ ആരോഗ്യപരമായ ചില വിഷയങ്ങളുണ്ട് എന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ. അതെന്താണെന്ന് പോലും കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതിനിടയിലും അടുത്ത ജൂലൈയിൽ എറണാകുളത്ത് നടക്കുന്ന ഷൂട്ടിങ്ങിൽ മമ്മൂട്ടി പങ്കെടുക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതെന്തുമാത്രം സത്യമാകും എന്നുള്ളത് നമുക്ക് കൺഫേം അല്ല. കാരണം അവിടെയും മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഷെഡ്യൂളിലും മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ റോളല്ല മോഹൻലാലിന് എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോഴും മനസ്സിലാവുന്നത്. ഈ ചിത്രത്തിൽ ഉടനീളം മോഹൻലാലിന് ഒരു പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് നിസ്സംശയം ഇപ്പോൾ പറയാൻ പറ്റും. അതുപോലെ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ആൻഡോ ജോസഫിന് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ കുറഞ്ഞ സാധനത്തിൽ നിന്ന് ഇറക്കിയാൽ പോരാ, മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ മുതലിനെ ഇറക്കണം എന്ന് ആൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട റോളുകൾ കൊടുത്തത്. അപ്പം ഇത് ഇപ്പം നിർമ്മാതാവിനെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ റോൾ ഭംഗിയാക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്,
അത്യാവശ്യ ഘടകമാണ്. അല്ലെങ്കിൽ ആ റോളിന്, മോഹൻലാലിൻ്റെ റോളിന് ഏതെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ചിത്രം പാടെ മുങ്ങിപ്പോകും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് മോഹൻലാലിന് പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ഈ ചിത്രത്തിൽ എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന വാർത്തകൾക്കുള്ള കാര്യമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി രോഗാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിൻ്റെ റോളിന് പ്രാധാന്യം കൂടിയോ എന്നുള്ള ചിലർ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം മോഹൻലാലിൻ്റെ വിമർശകർക്കൊരു സംശയം പോലെ കുറച്ച് ദിവസമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പം മമ്മൂട്ടിയെപ്പറ്റി സ്ഥിരമായിട്ട് വീഡിയോകൾ എടുത്തുകൊണ്ടിരുന്ന ചില യൂട്യൂബ് ചാനലുകളും തംബ്ലൈൻ തന്നെ ഈ ചിത്രത്തിൽ മമ്മൂട്ടി തന്നെ നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് തംബ്ലൈനൊക്കെ ഇടേണ്ട അവസ്ഥ വരിക എന്ന് പറയുമ്പം ഇതിനകത്ത് അവർക്കും ഒരു സംശയമുള്ളത് പോലെ തോന്നും. ഏതായാലും ജൂലൈയിൽ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കാരണം കൊച്ചിയിലാണ് എൻ്റെ ഷെഡ്യൂൾ ആരംഭിക്കുന്നത്. അവിടെയും മോഹൻലാൽ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പം മമ്മൂട്ടിയേക്കാൾ കൂടുതൽ സമയം മോഹൻലാൽ ഈ ചിത്രത്തിൽ ചെലവഴിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പം എങ്ങനെ ഈ ചിത്രം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും മോഹൻലാലിന് ഈ ചിത്രത്തിൽ ഗംഭീരമായ റോള് തന്നെയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 150 കോടി മുടക്കിയാൽ അത് തിരിച്ചു പിടിക്കണ്ടേ? അതിന് കേരളത്തിൽ ഇന്ന് പറ്റിയൊരു ഒരേ ഒരു മുതലേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് മോഹൻലാൽ തന്നെയാണ്. ആ ബ്രാൻഡ് തന്നെയാണ് അത്യാവശ്യം. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് മോഹൻലാലിന് വേണ്ട റോളിൻ്റെ ദൈർഘ്യം കൂട്ടുന്നുണ്ട് എന്നാണ് ഈ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന സംവിധായകൻ മികച്ച ചിത്രങ്ങൾ എടുത്ത അദ്ദേഹത്തിൻ്റെ സംവിധാനത്തെ പറ്റിയൊന്നും ആർക്കും ഒന്നുമില്ല. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഷൂട്ടിങ് നടക്കുന്ന ചിത്രമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനൊരു ഇത് തന്നെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാകുന്നു. ഇപ്പോൾ ഏകദേശം 10 ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് മോഹൻലാൽ ചെന്നത്, രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യ സമയത്ത് മമ്മൂട്ടി ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് പോയപ്പോൾ മമ്മൂട്ടി ഇല്ലായിരുന്നു. അപ്പം മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട റോളുകളില്ല അതിനകത്ത്. ഇപ്പം എടപ്പാളി വെച്ചും ഒരു സ്റ്റണ്ട് രംഗത്തിൻ്റെ ചിത്രീകരണമാണ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. അതിനകത്ത് മമ്മൂട്ടിയുടെ റോളില്ല. ഇനിയും കൊച്ചിയിലെ മമ്മൂട്ടി ജോയിൻ ചെയ്യുമ്പം മമ്മൂട്ടി മോഹൻലാലിന് തമ്മിലുള്ള റോളുകൾ ജോയിൻ സീനുകൾ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഫഹദ് ഫാസിലും ഈ ചിത്രത്തിൽ അധികം റോള് കൈകാര്യം ചെയ്തതായിട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല. അപ്പം കൃത്യമായിട്ട് ചിത്രം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ പറ്റൂ എന്നുള്ളതെന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ആർക്കും പൂർണ്ണമായിട്ട് പുറത്തു വന്ന വാർത്തകളിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള സൂചനകളില്ല. അത് എന്തുമാത്രം സീരിയസ് ആണ് എന്നുള്ളത് നമുക്കറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണം. അത് എനിക്ക് തോന്നുന്നു ജൂലൈയിലെ കൊച്ചിയിലെ ഷൂട്ടിങ്ങിലൂടെ അത് ഏകദേശം നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എല്ലാം കൊണ്ടും മോഹൻലാൽ വിമർശകർക്കൊരു എന്തോ ഒരു വല്ലായ്മ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പം ഉണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അപ്പം കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ.